കോഴിമുട്ട നൂഡിൽസും വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവം ഉണ്ടാക്കിയെടുത്താലോ. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. നൂഡിൽസ് വാങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു വന്നാൽ ഇതേപോലെ ഒരു പാക്കറ്റ് നൂഡിൽസിന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ ഒരു പാത്രം വെച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ക്യാരറ്റ് അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഒരു മല്ലിയില അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു പിടി കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കുക. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച നൂഡിൽസിന് ഇട്ട് കൊടുക്കുക. അതിനൊപ്പം തന്നെ നൂഡിൽസ് മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി. ഇതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ. പിന്നെ ഒരു പാത്രത്തിൽ 4 കോഴിമുട്ട ഇതേപോലെ പൊട്ടിച്ചൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടുണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ എടുക്കുക. പാൻ ചൂടായാലും അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഒരു പകുതി കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ച നൂഡിൽസ് അയക്കാൻ ഇട്ട് കൊടുത്തോളി. ഇതേപോലെ നന്നായിട്ട് റൗണ്ടിൽ പരത്തി കൊടുക്കുക. ബാക്കി വന്ന പകുതി കോഴിമുട്ട ഇതിന്റെ മുകളിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മൂടി വെക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തോളി. വേറൊരു പാൻ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുക. ഇപ്പൊ കണ്ടില്ലേ എന്താ ചന്തം. അപ്പൊ കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എന്തായാലും തരൂലേ.